എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാനിവിടെ കുറേ ന്യൂസസ് നിങ്ങൾക്ക് കൊടുത്തിരിക്കാം. 70,000 വരുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പം എന്താണ് ഈ സിറ്റുവേഷൻ, എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്? നിങ്ങൾക്കറിയാം, സ്റ്റുഡൻറ്റ് വിസയിൽ ഈ കാനഡയിലേക്ക് വരുന്നതിന് എത്രത്തോളം കാശ് ചിലവാകും. ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് കാനഡയിൽ വന്ന് ഇവിടെ ജോലി ചെയ്ത് ഇവിടെ ടാക്സ് കൊടുത്ത് ഇങ്ങനെ പേ ചെയ്തിട്ടൊക്കെ നിന്ന സ്റ്റുഡൻസിനെ എന്തുകൊണ്ടിട്ടാണ് ഡീപ്പോർട്ടേഷൻ ചെയ്യുന്നത്? ഇവർക്ക് എന്തുകൊണ്ടിട്ടാണ് PR കൊടുക്കാത്തതും ഇവരെന്തുകൊണ്ടാണ് PR സബ്മിറ്റ് ചെയ്തത്? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓൾറെഡി അറിയാം, ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് സ്ട്രൈക്കിലാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ 2024 തുടങ്ങിയത് മുതൽ ഈ കാനഡയിൽ ഒരുപാട് ഇമിഗ്രേഷൻ റൂൾസിൽ ചേഞ്ചസ് വന്നു. ഒരുപാട് റൂൾസ് പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നു. എസ്പെഷ്യലി സ്റ്റുഡൻറ്റ് വിസയ്ക്ക് തന്നെ ക്യാപ്പ് ഇട്ട് സ്റ്റുഡൻറ്റ് വിസയുടെ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പുതിയതായിട്ട് സ്റ്റുഡൻസിനെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എടുക്കുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പുതിയ റൂൾസ് വന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഈ ഒരു സ്റ്റുഡൻസ് ഇങ്ങനെ ഒരു സിറ്റുവേഷന് വരാൻ വേണ്ടിയിട്ട് കാരണം, ഈ അടുത്തിടെയായിട്ട് കുറേ PNP പ്രോസസ്സുകൾ പോസ്റ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒണ്ടാരിയോ, ടൊറൻറ്റോ ഒക്കെ ആണെങ്കിൽ കൂടി സ്റ്റുഡൻസ് സ്റ്റഡി വിസയിൽ വന്നിട്ടും വർക്ക് പെർമിറ്റിലേക്ക് സ്വിച്ച് ചെയ്യണം. വർക്ക് പെർമിറ്റിൻ്റെ കേസിൽ തന്നെ ഇപ്പം ഒരുപാട് പുതിയതായിട്ട് അപ്ഡേറ്റ്സ് വരാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 വർഷത്തെ വർക്ക് പെർമിറ്റ് കിട്ടും. 1 വർഷമാണെങ്കിൽ 2 വർഷം കിട്ടും. ഈ വർക്ക് പെർമിറ്റിൻ്റെ പീരീഡ് നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട്. വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉള്ള സമയത്ത് നമുക്ക് PR സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ PNP സപ്പോർട്ട് ചെയ്യുന്ന ജോബ് നമുക്ക് കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് ഇത്ര അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ PNP പ്രോസസ്സിൽ അല്ലെങ്കിൽ PR സബ്മിറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റുഡൻസിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ CRS സ്കോർ ഇവർക്ക് വേണ്ടത്ര ഉണ്ട്. പക്ഷെ സ്റ്റിൽ അവർ ഡീപ്പോർട്ടേഷൻ്റെ ഒരു വക്കിൽ നിൽക്കുകയാണ്. 70,000-ഓളം വരുന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഈ സ്ട്രൈക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലാണ്. പിന്നെ അതിനുശേഷം ഒണ്ടാരിയോ, മാനിറ്റോബ, ബ്രിട്ടീഷ് കൊളംബിയ അങ്ങനെ പറയുന്ന ഒരുപാട് പ്രൊവിൻസിലേക്ക് ഈ ഒരു സ്ട്രൈക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ സ്റ്റുഡൻസിൻ്റെ കൺസേൺ എന്ന് പറയുന്നത്, 5 വർഷമാണ് ഈ വരുന്ന ഒരു ഹോൾ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് കാനഡയിൽ നിൽക്കാനുള്ള വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കിട്ടുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 2 വർഷത്തെ ആണ് സ്റ്റഡി വിസ നമ്മൾ എടുക്കുന്നെങ്കിൽ 3 വർഷത്തെ വർക്ക് പെർമിറ്റ്, ടോട്ടൽ നമുക്ക് 5 വർഷമായിട്ടുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കിട്ടും. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ 3 വർഷത്തെ വർക്ക് പെർമിറ്റിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം ചിലപ്പോൾ ആൾക്കാർ 1 വർഷം 2 വർഷം വർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഉള്ള 1 വർഷത്തിനുള്ളിൽ PR നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ കൂടി നിങ്ങൾക്ക് ഒരു ടൈം ഡ്യൂറേഷൻ, ഒരു 1 ഇയർ ഉണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് IT ഒക്കെ ഇഷ്യൂ ചെയ്യുകയും ബാക്കിയുള്ള പ്രോസസ്സ് കണ്ടിന്യൂ ആക്കുകയും ചെയ്യാം. പക്ഷെ എന്താ സംഭവം പറ്റിയെന്നറിയോ? ഈ വർക്ക് ചെയ്ത സ്റ്റുഡൻസ് ഒക്കെ പല സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരായിരുന്നു. പക്ഷേ ഇവർക്ക് അവർ വർക്ക് ചെയ്ത ഫീൽഡിൽ ഉള്ള PNBയിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. കാരണം ആ ഒരു PNB പോസ്റ്റ് ചെയ്ത് പല പ്രൊവിൻസിലും ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിലുള്ള PNBകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ചിലയിടത്താണെങ്കിൽ ഇപ്പോൾ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് എന്നൊക്കെ പറയുന്നത് ചെറിയ ഒരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാവുന്നതിൽ അധികം ആൾക്കാർ PNBക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, PNBക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർക്ക് അവർക്ക് PNB കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇങ്ങനെ PNB കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസിംഗ് ക്രൈസിസ് വരും, ഹോസ്പിറ്റൽസിൻ്റെ ഇഷ്യൂ വരും, ഹെൽത്ത് കെയർ ഫീൽഡിലെ ഇഷ്യൂസ് വരും. അതുകൊണ്ടിട്ടൊക്കെ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ അധികം ആൾക്കാർക്ക് ഇവർ ഇഷ്യൂ ചെയ്യില്ല. ഇങ്ങനൊരു സംഭവത്തിലൂടെയാണ് ഇപ്പോൾ കാനഡ ഇതുമാതിരി ഒരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുന്നത്. കാരണം ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിൽ അധികം ആൾക്കാർക്ക് സ്റ്റഡി പെർമിറ്റ് അപ്രൂവൽ കൊടുത്തിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് ഉള്ളിലത്തേക്ക് കൊണ്ടുവന്നിട്ട് പല പ്രൊവിൻസിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ആ പ്രൊവിൻസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഹൗസിംഗ് ഇല്ല. പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ കേസ്, അതായത് ഹെൽത്ത് കെയർ ഫ്രീ ആണെങ്കിൽ കൂടി പ്രോപ്പർ ടൈമിൽ ഹെൽത്ത് കെയറിൻ്റെ ആ ഒരു ഫെസിലിറ്റി കിട്ടാത്തൊരു സിറ്റുവേഷനാണ് ഉള്ളത്. ഈ ഒരു സിറ്റുവേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 35% റിഡക്ഷൻ സ്റ്റഡി പെർമിറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രീവിയസ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവർ പറയുന്നത്, അതായത് കാനഡ ഗവൺമെൻറ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 35% റിഡക്ഷൻ കൊണ്ടിട്ട് ഒരുവിധപ്പെട്ട ഹൗസിംഗ് ക്രൈസിസ് ആണെങ്കിലും ഹോസ്പിറ്റൽസിൻ്റെ ഇഷ്യൂസ് ആണെങ്കിലും ഒക്കെ ഇവർക്ക് ഒഴിവാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല 25% റിഡക്ഷനാണ് PRൽ വന്നിരിക്കുന്നത്. കാരണം ഈ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കൂടി PNB പ്രോസസ്സിലൂടെ PR കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെയൊക്കെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, വേണ്ടത്ര ഫെസിലിറ്റീസ് ഇല്ല. അപ്പം അതുകൊണ്ടിട്ട് 25% റിഡക്ഷനാണ് പ്രീവിയസ് ഇയറിനെക്കാളും PNBക്ക് കൊടുത്തിരിക്കുന്നത്.
അപ്പം എന്താ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പം ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ന്യൂസ് ചാനലുകൾ ഇത് ഡെയിലി ന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ പ്ലക്കാർഡ്സ് ഒക്കെ പിടിച്ചിട്ട് സ്റ്റുഡൻസ് ഇവിടെ തെരുവോരങ്ങളിൽ നിന്നിട്ടാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു നിയമം മാറ്റുന്നത് മൂലം ഇവിടെ അത്ര ഈസി അല്ല ഈ ഒരു സ്ട്രൈക്ക് ചെയ്തിട്ട് ഓരോ നിയമങ്ങൾ മാറ്റുന്നത്. കാരണം ഈ അടുത്തിടയ്ക്ക് ഇവിടുത്തെ മാർക്ക് മില്ലർ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ് വിസയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങൾ തരാം എന്നല്ല. അതായത് കുടിയേറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഉപാധിയായിട്ടല്ല സ്റ്റഡി വിസ എന്ന് പറയുന്നത്. സ്റ്റഡി വിസയിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പഠിക്കാം. പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വർക്ക് പെർമിറ്റിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാത്വേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PR സബ്മിറ്റ് ചെയ്യാം. PR അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ PR എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പിലേക്ക് സ്വിച്ച് ചെയ്യാം. പക്ഷേ അനദർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് പഠിച്ച് നിങ്ങൾക്ക് വേണ്ടത്ര ഡോക്യുമെൻറ്റ്സ് ഇല്ല, നിങ്ങൾക്ക് വേണ്ടത്ര ടൈമിനുള്ളിൽ നിങ്ങൾക്ക് PR കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പഠിച്ച നോളജ് കൊണ്ടിട്ട് നിങ്ങളുടെ ഹോം കൺട്രിയിലേക്ക് റിട്ടേൺ പോവുക, നിങ്ങളുടെ നോളജ് നിങ്ങളുടെ ഹോം കൺട്രിയിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പിൽ പറഞ്ഞത്. ഈ അടുത്തിടയ്ക്ക് കൂടി ആ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ടെമ്പററി ഫോറിൻ വർക്കേഴ്സിനെ അവർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം ഞാൻ നിങ്ങളടുത്ത് ഓൾറെഡി നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവിടെ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് വർക്ക് പെർമിറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഇല്ല, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് തന്നെ LMIA വിസാസ് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് LMIA നോക്കുന്നതിന് പകരം ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇല്ലാത്തത് കൊണ്ടിട്ട് LMIയിലേക്ക് സ്വിച്ച് ചെയ്തു. അതും ഒരുപാട് കാശില്ലാത്തതുകൊണ്ട് ലോവർ വേജസ് ആയിട്ടുള്ള LMIയിലേക്ക് സ്വിച്ച് ചെയ്തു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഹാലിഫാക്സിൽ വെച്ചിട്ടുണ്ടായിരുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ മീറ്റിംഗിൽ അത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലോവർ LMIയിൽ ഉള്ള ടെമ്പററി ഫോറിൻ വർക്കേഴ്സിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം ഇവിടെയുള്ള കനേഡിയൻസിന് വേണ്ടത്ര ജോബ് വേക്കൻസീസ് കിട്ടുന്നില്ല, ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല, അതുകൊണ്ടിട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പാത്വേയും ക്ലോസ് ചെയ്യുകയാണ്, PNBs പോസ് ചെയ്യുകയാണ്, പിന്നെ PR റിഡക്ഷൻ വരികയാണ്. അപ്പോൾ എല്ലാ ഒരു പാത്വേസും ക്ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞ് 70,000-ഓളം വരുന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഇല്ലാണ്ട് വരുന്ന സിറ്റുവേഷനിൽ ഇന്ത്യയിലേക്ക് റിട്ടേൺ പോകേണ്ട ഒരു കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പറയണമെന്ന് തോന്നി. കാരണം ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ തിങ്ക് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് ആലോചിച്ച് റിസർച്ച് ചെയ്തതിന് ശേഷം ഒരു ഡിസിഷൻ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങോട്ടേക്കെന്ന് മാത്രമല്ല, നമ്മൾ ഏതൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യുവാണെങ്കിലും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നല്ലവണ്ണം പഠിച്ച് കുറച്ച് റിസർച്ചൊക്കെ ചെയ്തിട്ട് മൂവ് ആക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പ്രോപ്പറായിട്ട് ഏജൻസീസ് ഒന്നും പറയുന്ന അപ്പടിയെ കണ്ടിച്ച് വിശ്വസിക്കാതെ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് റിസർച്ച് ചെയ്യുക, എല്ലായിടത്തും ഉള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഫൈനലായിട്ട് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള താഴെ മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യും. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.